എല്ലാ വർഷവും ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് GNM ചൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ കരിയർ വേണം. എന്നാൽ 2025 ജനറൽ നഴ്സിംഗ് മിഡ്ഫ്രേ നല്ലൊരു ഓപ്ഷനാണ്. ഇത് പഠിച്ചു തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുമോ? ഇന്ത്യയിലും അബ്രോഡിലുമുള്ള സാലറി എത്രയായിരിക്കും? ഇതെല്ലാം ഓർത്ത് കൺഫ്യൂഷൻ ആണെങ്കിൽ യു ആർ നോട്ട് അലോൺ. ആൻഡ് ടുഡേ ഇൻ ദിസ് വീഡിയോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഹെൽത്ത് കെയർ മേഖലയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നഴ്സുമാർ തന്നെയാണ്. അത് ഹോസ്പിറ്റൽ ആവട്ടെ, ക്ലിനിക്സ് ആവട്ടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസ് ആവട്ടെ, ഇവരെല്ലാവരും റിലേ ചെയ്യുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരിലാണ്. മിഡിൽ ഈസ്റ്റ്, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഫോറിൽ നിന്നുള്ള നഴ്സുമാരെയാണ് നന്നായി റിക്രൂട്ട് ചെയ്യുന്നത്. അതിന് കാരണം അവരുടെ രാജ്യങ്ങളിൽ അത്രയ്ക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരില്ലാത്തതുകൊണ്ടാണ്. ദിസ് ഷോസ് ദാറ്റ് general nursing isn't just another course, it's a career pathway into both local and international opportunities. പല സ്റ്റുഡൻസ് വിചാരിച്ചിരിക്കുന്നത് ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മെഡിസിൻസ് എടുത്ത് കൊടുക്കുന്ന പണി മാത്രമുള്ള ഒന്നാണ്. സത്യാവസ്ഥ എന്താ നമുക്ക് നോക്കാം. നിങ്ങളൊരു ജനറൽ നഴ്സ് കഴിഞ്ഞാൽ യു ഷുഡ് അസിസ്റ്റ് ദി ഡോക്ടേഴ്സ് ഡ്യൂറിങ് ദി പ്രൊസീജിയേഴ്സ്. പേഷ്യൻസിൻ്റെ ഹെൽത്തും വൈറ്റൽ സയൻസും മോണിറ്റർ ചെയ്യണം, പേഷ്യൻസിന് കെയറും കംഫർട്ടും നൽകണം, പേഷ്യൻസിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കറക്റ്റായി നൽകണം. ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, പിന്നെ ഹോം ഹെൽത്ത് കെയറിൽ ഹെൽത്ത് കെയർ ടീംസിനോടൊപ്പം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. അപ്പോൾ ഈ ഒരു ജോബിൽ എക്സൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്റേൺഷിപ്പിലൂടെ മാക്സിമം പ്രാക്ടിക്കൽ സ്കിൽസ് നേടിയെടുക്കുക. പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മെച്ചപ്പെടുത്തുക. ക്രിട്ടിക്കൽ കെയർ, പീഡിയാട്രിക്സ്, ഓപ്പറേറ്റിംഗ് റൂം നഴ്സിംഗ് പോലെയുള്ള ഏരിയാസിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് എടുക്കുക. നിങ്ങൾ 3 വർഷമാണ് ഈ കോഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ യു നീഡ് ടു നോ ദി ഫിനാൻഷ്യൽ റിട്ടേൺസ് ഓഫ് ദിസ് കരിയർ. നിങ്ങൾ ഇന്ത്യയിൽ ഫ്രഷ് ജനറൽ നേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം 1 to 3 lakhs വരെ ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ സീനിയർ നേഴ്സായി കഴിയുമ്പോൾ യു ക്യാൻ ഏൺ മോർ ദാൻ 6 lakhs. ഇനി അബ്രോഡിൽ, മിഡിൽ ഈസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഹോസ്പിറ്റലും നിങ്ങളുടെ എക്സ്പീരിയൻസും ബേസ് ചെയ്ത് യു ക്യാൻ ഏൺ 10 to 30 lakhs per year. പിന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരു വർഷം നിങ്ങൾക്ക് 30 മുതൽ 45 ലക്ഷം വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അബ്രോഡിൽ ഈ ഒരു ഹൈ സാലറിക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് GNM മാത്രം പോരാ. GNM എടുത്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എടുക്കണം. അത് കഴിഞ്ഞ് ഇവിടെ 2 to 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഏത് കൺട്രിയിലാണോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കൺട്രിയുടെ ലൈസൻസ് എക്സാം കൂടി നിങ്ങൾ പാസ്സാവണം. ദെൻ യു ഡെഫിനറ്റ്ലി ഏൺ മോർ ദാൻ എനിവൺ എൽസ്. ഓക്കെ. പിന്നെ ഇഫ് യു ആർ പ്ലാനിങ് ടു വർക്ക് അബ്രോഡ്, നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തന്നെ IELTS, OET, ലൈസൻസ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ചില സ്റ്റുഡൻസിനൊക്കെ GNM പഠിച്ചു കഴിഞ്ഞാലും എവിടെയും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതിന് കാരണം ശരിയല്ലാത്ത കോളേജ് തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റി കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നാമത്തത് INC അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കുക. INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ആ കോളേജിന് സ്വന്തമായിട്ടാണോ അതോ പാർട്ട്ണർഡ് ഹോസ്പിറ്റലാണോ ഉള്ളത് എന്ന് അന്വേഷിക്കുക. ഏതായാലും കുഴപ്പമില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ആ ഹോസ്പിറ്റലിന് എത്ര ബെഡഡ് ഹോസ്പിറ്റലാണെന്ന് നോക്കുക. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നമ്പർ ഓഫ് ബെഡ് കൂടുന്തോറും നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ കൂടും. അപ്പോൾ നിങ്ങൾ നാളെ ജോലിക്ക് അന്വേഷിക്കുമ്പോൾ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒന്ന് അന്വേഷിക്കുക. +2 സയൻസ് എടുത്തവർക്ക്, കൊമേഴ്സ് എടുത്തവർക്ക്, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും ജനറൽ നഴ്സിംഗ് എടുക്കാവുന്നതാണ്. ആൻഡ് ഐ ഹൈലി പ്രിഫർ സയൻസ് സ്റ്റുഡൻസ് ടു ടേക്ക് BSc നഴ്സിംഗ്. എന്നാൽ കൊമേഴ്സ് സ്റ്റുഡൻസും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസും BSc നഴ്സിംഗ് എടുക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട. നിങ്ങൾ ആദ്യം ജനറൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് ഒരു പോസ്റ്റ് BSc നഴ്സിംഗ് കൂടി എടുത്താൽ യു വിൽ ബി ഇക്വലന്റ് ടു എ BSc നഴ്സ്. എനിക്കറിയാം ഇത് ഇത്തിരി ലോങ് ജേണിയാണ്. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നഴ്സിംഗ് ഈസ് എ പ്രോമിസിങ് കാര്യം, വെദർ ഇറ്റ് ഈസ് ജനറൽ നഴ്സിംഗ് ഓർ BSc നഴ്സിംഗ്. ഇതിൽ എൻ്റെ അടുത്ത് കുറേ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഈ ഒരു BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ? കാരണം ഭയങ്കരമായിട്ട് സ്റ്റുഡൻസ് ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല കൺട്രീസിലാണെങ്കിലും ഈ ജനറൽ നഴ്സുമാരുടെയും BSc നഴ്സുമാരുടെയും ഷോർട്ടേജ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടും. അത് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡാണെങ്കിലും ഹൈ സാലറിയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങളുടെ ജോലി പോകുമോ അല്ലെങ്കിൽ ജോലി കിട്ടുമെന്ന് ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എനിക്ക് സ്യൂട്ട് ആകുമെന്നോ, പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ഡ്യൂട്ടീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജനറൽ നഴ്സിൻ്റെ, നിങ്ങൾക്ക് ആ ഡ്യൂട്ടീസൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. ഐ വിൽ അസൈൻ എ 1-to-1 സെഷൻ ഓൺലി ഫോർ യു ആൻഡ് ഐ വിൽ ആൻസർ ഓൾ ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. താങ്ക് യു.